ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റാണോ, ലിങ്കുകളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മളെ പേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഈ നമ്മൾ കൊടുത്ത പി ടാഗിൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റി. നമുക്കൊന്നുകൂടി നോക്കാം. ഇൻഡെക്സ് പേജ് ഓപ്പൺ ചെയ്തു. ഹായ്, വെൽക്കം ടു യുവർ വെബ്സൈറ്റ് എന്ന് കൊടുത്ത നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റി. ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് ടാഗുകളെ കുറിച്ചും CSS സ്റ്റൈലിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള സൈറ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും. വർക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാവുക. ഇപ്പോൾ ഈ ഡിവ് എന്താണ്, പി ടാഗ് എന്താണ്, ഈ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നന്നായി മനസ്സിലാക്കി പോയാലേ നമുക്ക് പറ്റുള്ളൂ. നമുക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റൈൽ ടാഗ് ഇവിടെ കൊടുത്തുള്ളത് നമുക്ക് ഈ ഇൻഡെക്സ് HTML പേജിൽ തന്നെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, വേറെ പേജിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളത് ആദ്യം W3 സ്കൂൾ നമുക്ക് എടുക്കാം. ഓക്കെ, W3 സ്കൂളാണ് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള. അപ്പോൾ അതിൽ നമുക്ക് HTML ഉണ്ട്, ട്യൂട്ടോറിയൽസ് ലേൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ നമ്മൾ ലേൺ HTML എടുക്കാം. ഓക്കെ, CSS, JavaScript, SQL, Python, അങ്ങനെ നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതായി ഒന്ന് നോക്കാം. നമ്മൾ റെഫറൻസിൽ HTML ടാഗ് റെഫറൻസ് എടുക്കാം. നമുക്കിപ്പോൾ HTML ടാഗ്സ് കുറച്ച് പഠിക്കേണ്ടതുണ്ട്. ടാഗുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ടാഗുകൾ ഇതിലുണ്ട്. എല്ലാ ടാഗുകളും നോക്കാം, അതിനെക്കുറിച്ചുള്ള ഡെഫിനേഷൻസും നോക്കാം, നമ്മളെ സൈറ്റിൽ ഇട്ട് നോക്കാം, എന്നിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടാഗുകളാണ് നമ്മൾ ഇപ്പോൾ നോക്കി കാണിച്ചു തരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ആഡ് ടാഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹൈപ്പർ ലിങ്ക് എന്നാണ്, ഡിഫൈൻസ് ഹൈപ്പർ ലിങ്ക് എന്നാണ്. നമുക്കത് നമ്മളെ സൈറ്റിൽ ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പറഞ്ഞു തരുന്നതിനേക്കും തിയറി പഠിക്കുന്നതിനേക്കും നമുക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവാം. നമുക്ക് ഈ പി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെ ലിങ്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഡ് ടാഗ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആഡ് ടാഗ് കൊടുത്തു. ഓക്കെ, നമുക്കിപ്പോൾ വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്താലും സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ബ്രൗസറിൽ എടുത്തു, റീഫ്രഷ് ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് ചേഞ്ച് ഒന്നും കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഡ് ടാഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആഡ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ പാത്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പാത്ത് കാണിച്ചു കൊടുക്കാം. പാത്ത് നമുക്ക് ആഷ് എന്ന് ഇപ്പോൾ തൽക്കാലം ഇട്ട് കൊടുക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കളർ മാറി, ബ്ലൂ ആയിട്ടുണ്ട്. പിന്നെ ലിങ്ക് ആയിട്ടുണ്ട്. നമുക്ക് മൗസ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിതിപ്പോൾ നമ്മളൊരു വേറൊരു പേജിൻ്റെ ലിങ്ക് എടുത്തു. ഓക്കെ, ലിങ്ക് കോപ്പി ചെയ്തു. നമ്മൾ ആഷിൻ്റെ അവിടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, റിഫ്രഷ് ചെയ്യും. ഇനി നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടണിൽ ന്യൂ ടാബ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ആ ലിങ്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ആഡ് ടാഗിൻ്റെ യൂസ്. അത് ലിങ്ക് തന്നെ അല്ലേന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവിടെ മൗസ് വെച്ച് നോക്കുമ്പോൾ അടിയിൽ കാണാം, ആ ലിങ്ക് കാണിക്കുന്നുണ്ട്. ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് എവിടേക്കുള്ളതാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്കൊരു ആഷായിട്ട് തന്നെ വെക്കാം. ആഷായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തായിട്ടൊരു വേറൊരു ടാഗ് വെക്കാം. BR എന്ന് പറഞ്ഞ ടാഗാണ്. എന്ന് വെച്ചാൽ ബ്രേക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് അടിയിലേക്ക് വരാൻ വേണ്ടി, ഒരു ലെറ്ററിൻ്റെ അടിയിലേക്ക് വരാൻ വേണ്ടി, ലൈൻ ബ്രേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് BR യൂസ് ചെയ്യണത്. നമുക്ക് BR എന്നുള്ള കൊടുത്തു നോക്കാം. സിംഗിൾ ലൈൻ ബ്രേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് BR കൊടുത്തു നോക്കാം. ഇവിടെ ഞാൻ ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ B കൊടുത്തിട്ടുണ്ട്, വെൽക്കം എന്നുള്ളത്. അപ്പോൾ നമുക്കത് ബോൾഡ് എന്നായിട്ട് കാണാം. B ടാഗ് ഉള്ളിൽ കൊടുത്താൽ മതി. നമുക്ക് BR എന്നുള്ള കൊടുത്തു നോക്കാം.
BR ഞാൻ കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 കഴിഞ്ഞിട്ടാണ് നമ്മൾ BR കൊടുത്തിട്ടുള്ളത്. വെൽക്കം ടുവിൻ്റെ 2 കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ആ സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടുവിൻ്റെ BR അടിച്ചുള്ള കാരണമാണ് നമുക്ക് അവിടെ ബ്രേക്കായിട്ട്, ആ ലൈൻ ബ്രേക്കായിട്ട് അടിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ടാഗുകളുണ്ട്, നമ്മളതൊക്കെ നോക്കണം. W3 സ്കൂളിലുണ്ട്. ആ ടാഗുകളൊക്കെ ഒന്ന് ചെറുതായി മനസ്സിലാക്കി വെക്കണം. ബേസ് ആയിട്ടുള്ള കുറച്ച് ടാഗ്സ് ഉണ്ട്. വെൽക്കം എന്ന് പറഞ്ഞാൽ B ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വെൽക്കം എന്നുള്ളത് ബോൾഡായി കാണാനാണ്. അതൊന്ന് നോക്കിക്കോ, ചെയ്ത് വർക്ക് ചെയ്ത് നോക്കിക്കോ. നമുക്ക് അടുത്തത് ബട്ടൺ ട്രൈ ചെയ്യാം. ബട്ടൺ എന്ന് പറഞ്ഞ ടാഗാണ്. എന്നുവെച്ചാൽ ഒരു ബട്ടണായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ബട്ടണായിട്ട് ക്ലിക്ക് ചെയ്ത് അടുത്തതിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ, ലോഗിൻ ബട്ടൺ, അങ്ങനെയുള്ള ബട്ടൺ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടൺ എന്ന് പറഞ്ഞ ടാഗ് ആദ്യം ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ക്ലിക്ക് എന്തെങ്കിലും കൊടുക്കാം. ക്ലിക്ക് കയറുന്ന കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം, റീഫ്രഷ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വന്നു. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, നമുക്കൊരു ലിങ്ക് ആയിട്ടില്ല. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ലിങ്ക് കൊടുക്കണം എങ്ങനെയാണ്. നമുക്ക് ഈ ബട്ടണിലേക്ക് ലിങ്ക് കൊടുത്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ബട്ടൻ്റെ മുകളിൽ അല്ലെങ്കിൽ ലിങ്കിൻ്റെ ഉള്ളിൽ ബട്ടൺ ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആഡ് ടാഗ് ഇടുന്നു, ബട്ടൻ്റെ പുറത്ത് ആഡ് ടാഗ് ഇടുന്നു. ഓക്കെ, ഹാഷ് വെക്കുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അത് ലിങ്ക് ആയിട്ടുണ്ട്. ഏതാണ് ഹാഷ് വന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പോലെ നമുക്കൊരു ലിങ്ക് വെറുതെ ഇട്ട് നോക്കാം. നമുക്ക് ഈ ലിങ്ക് കോപ്പി എടുക്കാം. കോപ്പി എടുത്തു, നമ്മളവിടെ ഹാഷിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്തു. ഏതെങ്കിലും ഒരു ലിങ്ക് വെറുതെ കോപ്പി ചെയ്ത് ഇട്ട് നോക്കാം, വർക്കിംഗ് അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിതെടുത്തു, റിഫ്രഷ് ചെയ്തു, ക്ലിക്ക് ചെയ്തു. യെസ്, വർക്കിംഗ് ആണ്. അതുകൊണ്ട് ആ പേജിലേക്ക് പോയി. ഓക്കെ, ഇങ്ങനെയാണ് ബട്ടൺ ആഡ് ചെയ്യുന്നത്. ബട്ടണിൽ ലിങ്ക് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഹാഷ് ഇട്ട് വെക്കാം. നമുക്കിനി ഹെഡിങ് ടാഗുകൾ നോക്കാം. നമ്മൾ നേരത്തെ P ടാഗ് നോക്കി പാരഗ്രാഫിൻ്റെ. നമുക്കിനി ഹെഡിങ് ടാഗ് നോക്കാം. ഹെഡിങ് ടാഗ് 6 എണ്ണമാണ് ഉള്ളത്, H1 തൊട്ട് H6 വരെ. നമുക്കതൊന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കാം. H1 ടാഗ് കൊടുക്കുക, അതിലൊരു ടെക്സ്റ്റ് കൊടുക്കുക, സേവ് ചെയ്യാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ടെക്സ്റ്റ് വന്നു. ഹെഡിങ് ആണ്, ഹെഡിങ് വന്നു. നമുക്ക് അടുത്തത് H2 ടാഗ് കൊടുക്കാം. അതേപോലെ ഒരു ടെക്സ്റ്റ് കൊടുക്കാം, സേവ് ചെയ്യാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും H1 എന്ന് പറയുന്നത് വലിയ ഹെഡിങ്ങും പിന്നെ H2 എന്ന് പറയുന്നത് കുറച്ച് ചെറുതുമാണ്. നമുക്ക് അതിൻ്റെ ആ ഒരു ബേസ് നമുക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ H1 നല്ല വലുത്, H2 അതിലും ചെറുത്, അങ്ങനെ ചെറുതായി H6 വരെ ഉണ്ട്. അപ്പോൾ ആ സൈസ് വ്യത്യാസം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ H6 വരെയുള്ള ടാഗുകൾ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ സൈസ് കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇങ്ങനെയാണ് കുറച്ച് ടാഗുകൾ. ഇതുപോലെ കുറച്ച് ടാഗുകളുണ്ട് W3 സ്കൂളിൽ നിന്ന്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള HTML ടാഗുകളൊക്കെ നോക്കി. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എല്ലാ ഡൗട്ടുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. CSS പേജ് HTML ലേക്ക് ലിങ്ക് ചെയ്യുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.